ഇത് ഇന്റൻഷനലി ഉണ്ടാവണതാണോ ചേച്ചി? നമ്മള് ഒരു ബോധപൂർവം ഒരു എയറിലേക്ക് പോകുന്നതാണോ അതോ നമ്മൾ ആരെങ്കിലും എയറിൽ കയറാൻ താൻ ആഗ്രഹിക്കുവോ? ഇത് എന്താ പറയാ, തന്റേതല്ലാത്ത കാരണവശാൽ ഞാൻ ഇങ്ങനെ ഡിസ്ക്ലെയിമർ പോണോ? തന്റേതല്ലാത്ത കാരണത്താൽ എയറിലേക്ക് പോവുകയാണ്. തന്റേതല്ലാത്ത കാരണവശാൽ ഞാൻ കല്യാണം കഴിച്ചു, അതേപോലെ തന്റേതല്ലാത്ത കാരണവശാൽ ഞാൻ എയറിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ആദ്യ കാലഘട്ടം തൊട്ട് ചേച്ചിനെ എല്ലാവരും അറിയുന്നത് ഒരു ചിത്രകാരിയായിട്ടാണ്, ആ ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആ ആർട്ടിസ്റ്റിന് കിട്ടിക്കൊണ്ടിരുന്ന ബഹുമാനം എന്നാ ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു? ഇല്ല, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ അറിയപ്പെട്ടിരുന്നത് ഒരു മുസ്ലിം നാമധാരി കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ള ഒരു പോപ്പുലർ ഒരു നമുക്ക് തന്നോണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ലേബൽ, മുസ്ലിം കുട്ടി എന്നുള്ള ലേബൽ ഞാൻ ഒഴിവാക്കിയപ്പം അത് ആകെ തകിടം മറിഞ്ഞ് ഞാനൊരു എന്താ പറയാ, ചിത്രകാരി എന്ന് ചിത്രകാരിയും അല്ല, ഞാനല്ല പോലും വരയ്ക്കുന്നത്, വേറെ ആരോ വരയ്ക്കുന്നതാണ് പോലും, വേറെ ആരോ വരച്ചിട്ട് എൻ്റെ പേരിൽ സെയിൽ ചെയ്യുന്നതാണെന്ന് ഒരു വിഭാഗം ആൾക്കാർ. ചില വിഭാഗം ആൾക്കാർ പറയുന്നു ഞാൻ ഭക്തയല്ല, കപട ഭക്തയാണ് എന്ന് പറയുന്നു. ഭക്തയാണോ ഭക്തയല്ലയോ എന്നുള്ളത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു ലൈനാണ്. അത് മൂന്നാമതൊരാൾക്ക് പറയാനേ പറ്റൂല. പക്ഷെ ഇവരൊക്കെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാണ് ഞാൻ ഭക്തയല്ല എന്നുള്ളത്. അങ്ങനെ പല പല പേരുകളിലായിട്ടാണ് ഇപ്പം ഞാൻ അറിയപ്പെടുന്നത്. ചിത്രകാരി അല്ലാതെ സമൂഹം തന്ന പേര് അവര് തന്നെ തിരിച്ചെടുക്കുക. അവര് തന്നെയാണ് എന്നെ ഒരു ചിത്രകാരിയാക്കി. ഞാൻ ഒരിക്കലും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചിത്രകാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്നെക്കാട്ടിലും എത്രയോ നമ്മൾ അവനവൻ്റെ ഫോട്ടോനെക്കാട്ടിലും അടിപൊളിയിൽ വരയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പോലും കിട്ടാത്ത പേരും പ്രശസ്തിയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ മുസ്ലിം കുട്ടി ആയതുകൊണ്ടും ഈ കണ്ണന്റെ ചിത്രമായതുകൊണ്ടുമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പലരുടെയും വിചാരം ഈ മുസ്ലിം ലേബൽ വെച്ചിട്ട് ഞാൻ ബിസിനസ് നടത്തുന്നു എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ലേബൽ എനിക്കെടുത്ത് എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് കളയേണ്ട ഒരു കാര്യവും വരില്ലായിരുന്നല്ലോ. നമ്മൾ അതന്നെ കൊണ്ടുപോകും. ഈ കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ട് മോഹൻലാലിനെയും മഞ്ജു വാര്യരെയൊക്കെ നമ്മുടെ മൈജി ഷാജിക്ക വിളിക്കുന്ന സമയത്ത് എനിക്കൊരു തട്ടം മതിയായിരുന്നു, എനിക്ക് പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ തട്ടം മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ ഓർഡർ കിട്ടുമായിരുന്നു. ഞാൻ വരച്ച് വീട് വെച്ചു, കാറ് മേടിച്ചു. ഒരു 33 വയസ്സുകാരിക്ക് പറ്റാവുന്നതിനെക്കാട്ടിലപ്പുറം ഒരുപാട്. എന്ന് വെച്ചാൽ ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളല്ല, 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നല്ല പഠിച്ച ബിരുദാനന്തര ബിരുദം പഠിച്ച ആൾക്കാർക്ക് പോലും പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു കാണിച്ചു. അത് എനിക്ക് കൃഷ്ണൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രാട്ടോ. അതൊരു കപടഭക്തൻ ഒരിക്കലും നടക്കുന്നൊരു സംഭവമല്ല. എനിക്ക് തോന്നുന്നു ഹിജാബിന് ധരിക്കുന്നില്ല, ഒരു മുസ്ലിം ലേബൽ എനിക്ക് വേണ്ടാന്ന് ചേച്ചി എടുത്തൊരു തീരുമാനത്തിന് ശേഷം ഉണ്ടായ ബുള്ളിങ് വേറൊരു ടൈപ്പ് ഓഫ് ബുള്ളിങ്. അതിനകത്ത് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ജസ്ന സലീം ആയത്? ജസ്ന സലീം ആവാൻ കാരണം ഒരാള് അല്ലെങ്കിൽ ഇപ്പൊ ചൈതന്യ എന്ന് പറയുന്ന ഞാൻ ഒരു കൃഷ്ണന്റെ പടം വരച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാവില്ല. ഒരു മുസ്ലിം യുവതി ഒരു കൃഷ്ണന്റെ ചിത്രം വരച്ചു എന്നുള്ളത് ഒരു വാർത്തയാണ്. ആ വാർത്ത അല്ലെങ്കിൽ ആ ഒരു ടാഗ് ലൈൻ മാർക്കറ്റ് ചെയ്ത് അവർ ഇത്ര നാളും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് മതത്തെ തള്ളിപ്പറയുന്നത് ഒരു നന്ദികേടല്ലേ? അവർ ചെയ്യുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമല്ലേ എന്നും പറഞ്ഞ് വീഡിയോ ഇടുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരല്ല, ഹിന്ദു വിഭാഗത്തിലും മറ്റു മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതിനെ കൂടുതലായിട്ടും അതിനെതിരെ പ്രതികരിച്ച് ഞാൻ കണ്ടത്. അതിനോട് എന്താ ശരിക്കും പറയാനുള്ളത്? അത്രയും നാളും അവര് പറയുന്നത് ഇത്രയും നാളും ചോറായിരുന്നില്ലേ ഈ മതം? ഇത്രയും നാളും ചോറായിരുന്നു ആ മതം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കണ്ണൻ എന്റെ ചോറാണ് ഇത് ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പലരും ചോദിക്കും ദൈവത്തെ ചോറായിട്ട് കണക്കാക്കാൻ പറ്റുമോ? കണക്കാക്കാൻ പറ്റും. നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ദൈവതുല്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ നമുക്ക് ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നാളെയും നമുക്കത് കിട്ടൂല. അപ്പൊ നമ്മൾ ദൈവതുല്യമായിട്ട് കണക്കാക്കണം. പിന്നെ ഈ മുസ്ലിം പേര് ആ ഒരു ലേബൽ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തതോടുകൂടെ ഞാൻ നന്ദികേട് കാണിച്ചു എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. കാരണം മുസ്ലിംസ് ഒരുപാട് ആൾക്കാർ വരയ്ക്കുന്നവരുണ്ട്. നിങ്ങളുടെയൊക്കെ അറിവിൽ ഒരുപാട് ആൾക്കാർ വരയ്ക്കുന്നുണ്ട്. പക്ഷെ അവരാരും എത്തിപ്പെടാത്ത ഒരു നിലയിലും വിലയിലും ഞാൻ എത്തിപ്പെട്ടത് എന്തുകൊണ്ടാ? അതെന്ന് വെച്ചാൽ ഒന്നാമതെന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ പവർ, അത് നമ്മളുടെ ഒരാളുടെ
മേല് സ്പർശിച്ചാൽ ഞാൻ വിശ്വാസിയും കൂടി തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ആർക്കും പറയപ്പെടാത്ത വേറൊരു സംഭവമുണ്ട്. കുട്ടിക്കാലം തൊട്ടേ എന്നെ കണ്ണാന്ന് വിളിച്ചിട്ട് അത്രമേൽ ഇഷ്ടമില്ലാത്ത ഒരു പേരായിരുന്നു എനിക്ക് കണ്ണൻ എന്നുള്ളത്. എൻ്റെ ഞാൻ 2009 തൊട്ടിട്ടാണ് കണ്ണനെ കാണുന്നത്. എൻ്റെ ജനിച്ച് വളർന്ന് ഒരു 10-17 വർഷം ഞാൻ കണ്ണൻ എന്താണെന്ന് അറിയ പോലും ചെയ്യാതെ എൻ്റെ ഒരു 5 വയസ്സ് തൊട്ടിട്ട് ഈ പറഞ്ഞതുപോലെ കണ്ണാന്ന് വിളിച്ചിട്ടുണ്ട്. 5 വയസ്സ് തൊട്ടിട്ട് തന്നെ എൻ്റെ വീട്ടിൽ കണ്ണാന്ന് വിളിക്കുന്നുണ്ട്. വിളിപ്പേര് കണ്ണാന്നായിരുന്നോ? ഇപ്പഴും വിളിപ്പേര് കണ്ണാന്നാ വീട്ടില്. ഓക്കെ. കണ്ണ എന്ന് വിളിപ്പേര് വന്ന് പിന്നീട് കണ്ണനെ മാത്രം വരയ്ക്കുന്ന ഒരേ ഒരാള് ചിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവും. ഒരേ മോഡൽ ഫോട്ടോ 1500 ഫോട്ടോന്റെ പുറത്ത് വരച്ച ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് എന്നെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്, വ്യത്യസ്തയാക്കുന്നത്. അല്ലാതെ എന്റെ തട്ടമൊന്നുമല്ല. തട്ടമായിരുന്നു എന്റെ ബിസിനസ് എങ്കിൽ ഞാൻ അത് എടുത്തു കളയാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തട്ടം എന്നല്ല ആളുകൾ പറയുന്നത്, മതം എന്നാണ് ആൾക്കാർ പറയുന്നത്. മതത്തിന്റെ ഒരു ലേബലും കൂടിയാണ് ഈ തട്ടം എന്ന് പറയുന്നത്. അതെ. നമ്മൾ മതപരമായിട്ട് ഇവര് ഒക്കെ ഈ പറയുന്ന മതത്തിന് തള്ളി പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. മതത്തില് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും തട്ടിട്ടത് ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന ആൾക്കാർ പോലും മതത്ത് പറയുന്ന രീതിയിലല്ല തട്ടം ഇട്ടിരിക്കുന്നത്. മതത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഈയ മുടി പോലും കാണിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ഞാൻ എൻ്റെ ഏതൊരു ഫോട്ടോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം എൻ്റെ പകുതി മുക്കാൽ മുടിയും പുറത്താണ്. ഒരു തട്ട ഇങ്ങനെ ഇട്ടു എന്നേ ഉള്ളൂ. അതൊരു ലേബലായിരുന്നു, മുസ്ലിം കുട്ടി എന്നുള്ള ഒരു ലേബലായിരുന്നു. ആ ഒരു ലേബലിന് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി. കാരണം അതുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ ഞാനും എൻ്റെ മകനും ഈ തട്ടത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പല സമൂഹത്തിൽ നിന്ന് പലതും ഞങ്ങൾക്ക് അനുഭവിക്കുക. നന്മ കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ തിന്മ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പലരും ഈ കല്ലെറിയുന്നത് ഈ തട്ടത്തിന്റെ പുറത്താണ്. നമ്മളെ എന്താ പറയാ, ഈ മുറിപ്പാടുകൾ നമുക്ക് വേദന ചിലപ്പോൾ മായ്ച്ചെടുക്കാൻ പറ്റും, പക്ഷെ വാക്കാല ഉണ്ടാവുന്ന ഒരിക്കലും മാറ്റാൻ പറ്റൂല. അതുപോലെ ഒരുപാട് വാക്കാൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രവൃത്തിയാൽ എൻ്റെ മകനെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫ് എന്നെ തൊലിഞ്ഞു പോയിട്ടുണ്ട്. ഒക്കെ ഈ ഒരു തട്ടം കാരണം വന്നതാണ്. കുട്ടികളെ എങ്ങനെയാ ഇത് ശരിക്കും ബാധിച്ചത്? കാരണം അത്ര വലിയ കുട്ടികളല്ല, ചെറിയ മക്കളാണ്. എൻ്റെ മോന് ചെറുതിലായ സമയത്താണ് മോനെ ബാധിച്ചത് എന്ന് പറയുന്നത്. മോന് 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പുതിയൊരു ഉസ്താദ് വന്നു. കാഷ്വലായിട്ട് എല്ലാവരോടും ചോദിക്കും പോലെ എന്താണ് മാതാപിതാക്കൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. മോൻ പ്രൗഡായിട്ട് പറഞ്ഞു, പപ്പ ഗൾഫിലാണ്, ഉമ്മ കണ്ണനെ വരയ്ക്കുകയാണ്. അത്രേ അറിയുള്ളൂ. അത് ഉസ്താദിന്റെ മാനസികമായിട്ടുള്ള വൈകല്യം കൊണ്ട് ഉസ്താദിനത് ഇറിറ്റേറ്റ് ആയി. ഉസ്താദ് പല രീതിയിൽ എൻ്റെ മകനെ ഉപദ്രവിക്കൽ തുടങ്ങി മദ്രസേന്ന്. അതിന്റെ പുറത്ത് എനിക്ക് പല അനുഭവങ്ങളും ലൈഫിൽ ഓർത്തെടുക്കാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെ ഞാനും എൻ്റെ മകനും കടന്നു പോയിട്ടുണ്ട്. ഉറങ്ങാത്ത രാത്രികൾ എനിക്കും എൻ്റെ മകനും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഈ പുറം ലോകത്തിന് അറിയില്ല. പുറം ലോകത്തിന് ജസ്റ്റ് ഞാൻ തട്ടം ഉപേക്ഷിച്ച കഥ മാത്രമേ അറിയുള്ളൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആർക്കും അറിയില്ല. എന്തുകൊണ്ട് ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മതമാണ് എല്ലാവർക്കും വിഷയമെങ്കിൽ ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ മതത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, ഒരാളിപ്പം വഴിവിട്ട ജീവിതം നയിക്കുകയാണെങ്കിൽ പോലും അയാളും ദൈവവും ആയിക്കോളും, മൂന്നാമതൊരാൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് മതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനു ഇവരെ ഇടപെടുന്നു? പിന്നെ അത്രയും ഭയങ്കര വിശ്വാസിയാണെങ്കിൽ അന്യ സ്ത്രീയുടെ വീഡിയോ എന്തിനു കാണുന്നു? അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്നല്ലേ? അന്യ പുരുഷന്മാരെ നോക്കാൻ പാടില്ല എന്നല്ലേ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ? ഇപ്പൊ ഏതൊക്കെ ഉസ്താദുമാര് ഗൂഗിൾ പേ വെച്ചിട്ട് ദുആ ചെയ്യണേ, നിങ്ങൾ ഈ സ്കാനറിൽ നിന്ന് പൈസ അയക്കൂ എന്ന് പറയുന്നുണ്ട് അല്ലേ? കേൾക്കുന്നില്ലേ? പ്രഭാഷണം കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഈ സ്കാനറിൽ 10 രൂപ അയക്കൂ എന്ന് പറഞ്ഞാൽ അയാൾ നീട്ടി പറയുന്നത് എന്തുകൊണ്ടാ? അയാൾക്കുണ്ട് യൂട്യൂബ് ചാനല്. യൂട്യൂബിൽ നിന്ന് വരുമാനം മേടിക്കരുതെന്ന് അയാൾക്ക് അറിയില്ലേ? അത്രക്ക് വിശ്വാസികളാണ്. ഈ പറയുന്ന ഒരൊറ്റ മനുഷ്യനും യൂട്യൂബിൽ നിന്ന് വരുമാനം മേടിക്കരുതല്ല, മോണിറ്റേഷൻ ഓഫ് ആക്കിയിടണ്ടേ? എന്തുകൊണ്ട് അവർ ഓണാക്കിയിട്ട് വീട്ടിലേക്ക് വരുമാനം മേടിക്കുന്നു? ശരിക്കും അത് മേടിച്ച് തിന്നാൻ പാടുണ്ടോ? കണ്ടോനെ കുറ്റം പറഞ്ഞിട്ട് കിട്ടുന്ന പൈസയല്ലേ, ഹറാമല്ലേ അത്? അപ്പൊ മതത്തെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ മതപരമായിട്ടല്ല ജീവിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ അവരൊരു അന്യ സ്ത്രീയുടെ വീഡിയോ കാണാൻ പാടുണ്ടോ?